എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് തികച്ചും യാദൃച്ഛികമല്ല. ഇന്ന് ഫുൾ മൂൺ, പൂർണ്ണ ചന്ദ്ര ദിവസമാണ്. പൂർണ്ണതയുടെ, വിട്ടുവിടലിന്റെ, സമാപനത്തിന്റെ എനർജി. ഇപ്പോൾ നിങ്ങളുടെ ഫോൺ സൈലന്റ് മോഡിലിടൂ. നിങ്ങൾ ഡിസ്റ്റർബ് ചെയ്യാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. ഒരു ദീപം, ഒരു മെഴുകുതിരി ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തെളിയിക്കൂ. ഇല്ലെങ്കിലും പ്രശ്നമില്ല. ഇത് ഒരു റിച്വൽ അല്ല, ഇതൊരു റിമെമ്പറിംഗ് ആണ്. ഇപ്പോൾ നിങ്ങൾ കണ്ണുകൾ സാവധാനം അടയ്ക്കുക. 3 ആഴത്തിലുള്ള ശ്വാസം എടുക്കുക. മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുക്കുക. വായിലൂടെ പുറത്തേക്ക് വിടുക. വീണ്ടും മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുക്കുക. വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും മൂക്കിലൂടെ ശ്വാസം ഉള്ളിലേക്കെടുക്കുക. വായിലൂടെ ശ്വാസം പുറത്തേക്ക് വിടുക. വീണ്ടും ഇപ്പോൾ നിങ്ങളുടെ ശരീരം ഫീൽ ചെയ്യുക. കാലുകൾ നിലത്തോട് ടച്ച് ചെയ്യുക. നമ്മുടെ കാലുകൾ ഭൂമി ദേവിയുമായിട്ട് ഒരു ഊർജ ബന്ധം സ്ഥാപിക്കുക. നിങ്ങൾ സുരക്ഷിതരാണ്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ പ്രസന്റ് ആണ്. നിങ്ങൾ ഓരോ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുമ്പോൾ ഇങ്ങനെ പറയുക: ഇപ്പോൾ ഞാൻ എൻ്റെ മനസ്സിനെ സ്ലോ ഡൗൺ ചെയ്യുന്നു. ഇന്ന് ഫുൾ മൂൺ എനർജി എക്സ്പ്ലനേഷൻ ആണ് പറയാൻ പോകുന്നത്. പൂർണ്ണചന്ദ്രൻ എന്താണ് നമ്മളോട് പറയുന്നത്? ന്യൂ മൂൺ എന്ന് പറയുന്നത് സീഡ്സ് ആണ്, വിത്തുകളാണ്. പക്ഷെ ഫുൾ മൂൺ എന്ന് പറയുന്നത് ഹാർവസ്റ്റ് ആണ്. ഇന്ന് തുടങ്ങാനുള്ള ഒരു ദിവസമല്ല, ഇന്ന് വിട്ടുവിടാനുള്ള ദിവസമാണ്. ഇന്ന് നിങ്ങൾ എന്തൊക്കെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുകളയേണ്ടത് എന്ന് ഞാൻ പറയാം. പഴയ പെയിൻ, വേദനകളെ, പഴയ സ്റ്റോറീസ്, പഴയ സെൽഫ് ഇമേജ്, പഴയ എല്ലാ പാറ്റേൺസിനെയും, നമ്മുടെ ജീവിതത്തിലുള്ള പഴയ സമ്മർദ്ദങ്ങൾ, പഴയ ടെൻഷന്, പഴയ കുറ്റബോധം, എല്ലാത്തിനെയും നിങ്ങൾ വിട്ടുകളയുക. നിങ്ങൾ ഇപ്പോഴും ആ ഒരു പഴയ വേർഷനെ പിടിച്ചു നിൽക്കുകയാണോ? നമ്മുടെ മനസ്സിലെ പഴയ ചിന്തകളും പാസ്റ്റ് മെമ്മറീസിനെയൊക്കെ നിങ്ങൾ മനസ്സിൽ പിടിച്ചു വെക്കുന്നുണ്ടെങ്കിൽ അതിനെല്ലാം വിട്ടുകളയുക. ഇന്ന് അതിനെല്ലാം റിലീസ് ചെയ്യുക. ഇനി നിങ്ങൾ ഒന്നുകൂടി കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചിട്ട് നിങ്ങൾ ഒരു തുറന്ന ആകാശത്തിന് അടിയിൽ നിൽക്കുന്നു എന്ന് ഇമാജിൻ ചെയ്യുക. മുകളിലേക്കൊന്ന് നോക്കുക. പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഒരു തുറന്ന ആകാശത്തിന്റെ കീഴിൽ നിൽക്കുന്നു. എന്നിട്ട് മുകളിലേക്ക് നോക്കുക. പൂർണ്ണ ചന്ദ്രനെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് നിങ്ങളെ ജഡ്ജ് ചെയ്യുന്നില്ല, അത് നിങ്ങളെ ഹറി ചെയ്യുന്നില്ല. ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് എന്താണ് നിങ്ങൾക്കൊരു ഭാരമായി ഫീൽ ചെയ്യുന്നത് എന്ന് നിങ്ങൾ നിരീക്ഷിക്കുക. നിങ്ങളുടെ ഉള്ളിൽ എന്താണ് ഇപ്പോൾ ഒരു ഭാരമായി തോന്നുന്നത്? നിങ്ങളുടെ ഹൃദയത്തിന് എന്തെങ്കിലും ഭാരം അനുഭവപ്പെടുന്നുണ്ടോ? നിങ്ങളൊന്ന് നിരീക്ഷിക്കുക. ഒരു വാക്ക്, ഒരു ഓർമ്മ, ഒരു മുഖം, അത് നിങ്ങളുടെ നെഞ്ചിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പോലെ ഇമാജിൻ ചെയ്യുക. നിങ്ങളുടെ മനസ്സിലെ ആ വിഷമങ്ങളും ദുഃഖങ്ങളും എല്ലാം ചന്ദ്രന്റെ വെളിച്ചത്തിൽ ഡിസോൾവ് ആകുന്നത് പോലെ കാണുക. നിങ്ങൾക്ക് കരയാൻ തോന്നുന്നുവെങ്കിൽ നിങ്ങൾ കരയുക. അലോ ഇറ്റ്. അതൊരു ഹീലിംഗ് ആണ്. നിങ്ങളുടെ മനസ്സിലെ ദുഃഖങ്ങളെയും വിഷമങ്ങളെയും എല്ലാം ചന്ദ്രന്റെ വെളിച്ചത്തിൽ ഡിസോൾവ് ആകുമ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരവും ആത്മാവും എല്ലാം ഹീലിംഗ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ചോദ്യം: എനിക്കിനി എന്താണ് വേണ്ടത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? എഫേർട്ട് അല്ല, സ്ട്രഗിൾ അല്ല, സ്റ്റേറ്റ് ഓഫ് ബീയിങ്. നിങ്ങൾ ആൾറെഡി ആയിരിക്കുന്ന ഒരു വേർഷൻ, അതൊരു വാക്കായി നിങ്ങൾ ചൂസ് ചെയ്യൂ. ഉദാഹരണം, നിങ്ങൾക്ക് സമാധാനം വേണോ? അതോ ജീവിതത്തിൽ സ്റ്റെബിലിറ്റി, ഒരു ബാലൻസ് വേണോ? അല്ലെങ്കിൽ ജീവിതത്തിൽ ഐശ്വര്യ, സമ്പൽ സമൃദ്ധി വേണോ? കോൺഫിഡൻസ്, ആത്മവിശ്വാസം വേണോ? ഒരു ക്ലാരിറ്റി, ഒരു വ്യക്തത വേണോ? എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്ന് നിങ്ങൾ ആദ്യം ഒന്ന് ചൂസ് ചെയ്യുക. ഇപ്പോൾ ആ വാക്ക് നിങ്ങളുടെ ഉള്ളിൽ റിപ്പീറ്റ് ചെയ്യുക. എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? സന്തോഷം വേണോ? സമാധാനം വേണോ? സമ്പത്ത് വേണോ? ഐശ്വര്യം വേണോ? സമ്പൽ സമൃദ്ധി വേണോ? ആത്മവിശ്വാസം വേണോ? വ്യക്തത വേണോ? എന്താണ് നിങ്ങൾ വേണ്ടത് എന്ന് നിങ്ങളൊന്ന് ക്ലാരിറ്റി, ഒന്ന് തീരുമാനിക്കുക. ഒരു ഡിസിഷൻ എടുക്കുക. എന്നിട്ട് പറയുക: ഞാൻ അബൻഡൻസിനെ
കൾട്ടിവേറ്റ് ചെയ്യുന്നു. അതായത് ഞാൻ അബൻഡൻസിനെ, സമ്പൽ സമൃദ്ധിയെ സ്വീകരിക്കുന്നു. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഞാൻ സമ്പൽ സമൃദ്ധിയെ സ്വീകരിക്കുന്നു. സമ്പൽ സമൃദ്ധിയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ സമ്പൽ സമൃദ്ധിയെ സ്വീകരിക്കുന്നു, ഞാൻ കൾട്ടിവേറ്റ് ചെയ്യുന്നു എന്ന് പറയുക. എന്നിട്ട് നിങ്ങൾ ഇങ്ങനെ ഇമാജിൻ ചെയ്യുക, 3 മാസം, അതായത് ഇന്ന് തൊട്ട് 3 മാസം കഴിഞ്ഞുള്ള നിങ്ങൾ എങ്ങനെയായിരിക്കും? നിങ്ങളുടെ മുഖത്ത് എന്ത് എക്സ്പ്രഷനാണ് ഉണ്ടാവുക? ശരീരഭാഷ എങ്ങനെയായിരിക്കും? നിങ്ങൾ എന്തൊക്കെ ഡിസിഷൻ എടുക്കുന്നു? നിങ്ങൾ ആ ഒരു ഫ്യൂച്ചർ സെൽഫിനോട് നിങ്ങൾ പറയുന്ന ഒരു മെസ്സേജ് നിങ്ങൾ ഒന്ന് മനസ്സിലാലോചിക്കുക. അത് നിങ്ങൾ മനസ്സിൽ ഇംപ്രിന്റ് ആക്കുക. എന്താണ് നമ്മൾ ഫ്യൂച്ചർ സെൽഫിനോട് പറയുന്നത്? നമ്മൾ ഈ ഒരു ദിവസം, ഫുൾ മൂൺ ഡേ, അതായത് പൂർണ്ണ ചന്ദ്ര ദിവസത്തിൽ നമ്മൾ ആഗ്രഹിച്ചത് സമ്പൽ സമൃദ്ധിയാണെങ്കിൽ ആ 3 മാസം കഴിയുമ്പോൾ നമ്മൾക്ക് ആ ഒരു 3 മാസം കഴിയുമ്പോൾ നമുക്ക് ആ ഒരു സമ്പൽ സമൃദ്ധിയിൽ എത്താനായിട്ട് സാധിക്കും. ആ ഒരു വിഷൻ, അതായത് ആ ഒരു സീൻ ഇപ്പോഴേ നിങ്ങൾ മനസ്സിൽ കാണുക. നിങ്ങൾ ആ ഒരു 3 മാസം കഴിയുമ്പോൾ നിങ്ങൾ സമ്പൽ സമൃദ്ധി ലഭിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു അവസ്ഥ നിങ്ങൾ ഇപ്പോഴേ വിഷ്വലൈസേഷൻ ചെയ്യുക. അതിൽ മനസ്സിലൊരു പടം അല്ലെങ്കിൽ ഒരു പിക്ചറായിട്ട് നിങ്ങൾ കാണുക. ഒരു മൂവി, അതായത് മൈൻഡ് മൂവി ആയിട്ട് നിങ്ങൾ കാണുക. 3 മാസം കഴിഞ്ഞ് സമ്പൽ സമൃദ്ധിയിൽ ഐശ്വര്യത്തിൽ ജീവിക്കുന്ന നിങ്ങളെ നിങ്ങൾ മനസ്സിൽ കാണുക. ഇപ്പോൾ നിങ്ങൾ ഹൃദയത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരൂ. നിങ്ങൾ 3 കാര്യങ്ങൾ, ഇപ്പോൾ നിങ്ങൾക്ക് ഗ്രേറ്റ്ഫുൾ ആവുന്ന, നിങ്ങൾക്ക് നന്ദി പറയാൻ തോന്നുന്ന 3 കാര്യങ്ങളെ നിങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുവരിക. ചെറിയൊരു കാര്യമായാലും മതി. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ഇൻറ്റിഗ്രേഷൻ ആണ്, എനർജി സെറ്റിൽ ചെയ്യുന്നു. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്തിനാണ്? എനിക്ക് എത്രയും നല്ല ഐശ്വര്യങ്ങൾ തന്നതിന് നന്ദി, എൻ്റെ ജീവിതത്തിലുടനീളം തന്ന പണത്തിന് നന്ദി, എൻ്റെ ജീവിതത്തിലുടനീളം തന്ന സൗഭാഗ്യങ്ങൾക്ക് നന്ദി. ഇങ്ങനെ നമുക്ക് എന്തിനൊക്കെ നന്ദി പറയാൻ തോന്നുന്നു ഇല്ലേ? നമുക്ക് ആയുസ്, ആരോഗ്യം, സന്തോഷം, സമ്പത്തൊക്കെ തന്നിട്ടുണ്ട്. ഇതിനൊക്കെ നന്ദി പറയുക. അപ്പത്തേനും നമ്മുടെ എനർജി ഒന്ന് സെറ്റിലാവുന്നു. ഇനിയും ഈ ഒരു അഫർമേഷൻ കൂടി ഇന്ന് നിങ്ങൾ പറയുക. ഞാൻ എൻ്റെ എല്ലാ വേദനകളെയും സന്തോഷത്തോടെ യൂണിവേഴ്സിലേക്ക് വിട്ടുകളയുന്നു എന്ന് പറയുക. ഞാൻ എൻ്റെ എല്ലാ വേദനകളെയും സന്തോഷത്തോടെ യൂണിവേഴ്സിലേക്ക് വിട്ടുകളയുന്നു. എന്നെ സെർവ് ചെയ്യാത്ത എല്ലാത്തിനെയും, എൻ്റെ ദുഷ്ചിന്തകൾ, എൻ്റെ മനസ്സിലുള്ള പക, കുറ്റബോധം, സമ്മർദ്ദം, വേവലാതികൾ എല്ലാത്തിനെയും ഞാൻ യൂണിവേഴ്സിലേക്ക് സന്തോഷത്തോടെ വിട്ടുകളയുന്നു. ഇനി അടുത്തത് പറയേണ്ടത്, ഞാൻ എന്തിനെല്ലാം സ്വീകരിക്കുന്നു? ഞാൻ സ്വീകരിക്കുന്നു എനിക്ക് അലൈൻഡ് ആയതെല്ലാം, എൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സന്തോഷങ്ങളെയും സൗഭാഗ്യങ്ങളെയും സമ്പൽ സമൃദ്ധിയെയും ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു, ഞാൻ സ്വീകരിക്കുന്നു എന്നിങ്ങനെ പറയുക. ഇത് എൻ്റെ ടൈമിംഗ് ഡിവൈൻ ആണ്. ഈ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് ഡിവൈൻ ആണ്. ഞാൻ സേഫ് ആണ്, ഞാൻ സപ്പോർട്ടഡ് ആണ്, ഞാൻ കോൺഫിഡൻ്റ് ആണ്, ഞാൻ ലക്കിയാണ്. എന്നിട്ട് ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. എന്നിട്ട് ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. എന്നിട്ട് ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. വീണ്ടും നമ്മൾ ഡീപ്പ് ബ്രീത്ത് എടുക്കുക, ഹോൾഡ് ചെയ്യുക, എന്നിട്ട് ശ്വാസം സാവധാനം പുറത്തേക്ക് വിടുക. വീണ്ടും ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക, ഹോൾഡ് ചെയ്യുക. 1 2 3 4 5. വീണ്ടും ശ്വാസം പുറത്തേക്ക് വിടുക. ഇനി വളരെ പതുക്കെ നിങ്ങൾ കണ്ണുകൾ തുറക്കുമ്പോൾ നിങ്ങൾ പഴയ ആളല്ല. നിങ്ങൾ ഈ ഒരു ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. നിങ്ങളുടെ മനസ്സിനെ, മൈൻഡ് സെറ്റിനെ നിങ്ങൾ റീസെറ്റ് ചെയ്തു കഴിഞ്ഞു. എല്ലാത്തിനും നന്ദി പറയുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ 1 ഗ്ലാസ് വെള്ളം എടുത്ത് കുളിക്കുക. 1 ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണം. ഈ ഒരു മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ആ 1 ഗ്ലാസ് വെള്ളം കുടിക്കുക. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഇന്ന് ഈ ഒരു ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, ഒന്നിൽ കൂടുതൽ ആഗ്രഹങ്ങൾ നിങ്ങൾ പറയേണ്ട. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്നൊരു ക്ലാരിറ്റിയോട് പറയുക, വ്യക്തതയോടെ പറയുക എന്താണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നുണ്ട്, സമാധാനം വേണോ, സന്തോഷം വേണോ, അപ്പൊ എന്താണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ ആ ഒരു ഏരിയ എത്തുമ്പോൾ അത് മെൻഷൻ ചെയ്യുക. ഓക്കെ,
ഇപ്പം നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കണം, എനിക്ക് എന്താണ് ശരിക്കും വേണ്ടത്? ഇമോഷണലി ചാർജ്ഡ് ആയ ഒരു ആഗ്രഹം, അതായത് ആ ഒരു ആഗ്രഹം വേണം നിങ്ങൾ പറയാൻ. പിന്നെ നിങ്ങൾ ആലോചിക്കുക, ഇപ്പോൾ ഈ 3 ചോദ്യങ്ങൾ, ഇത് കിട്ടിയാൽ ഞാൻ ആരാണ് ആകുന്നത്, ഇതില്ലെങ്കിൽ ഞാൻ ഇൻകംപ്ലീറ്റ് ആണോ, ഇതെന്റെ പീസിനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ നിങ്ങൾ മനസ്സിൽ ആലോചിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു അലൈൻമെന്റിൽ, ഈ ഒരു മെഡിറ്റേഷൻ ചെയ്ത് അലൈൻമെന്റിൽ എത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹം പറയാൻ പാടുള്ളൂ യൂണിവേഴ്സിനോട്. ഓക്കെ, നമ്മുടെ പൂർണ്ണചന്ദ്രനോട്. ഓക്കെ, യൂണിവേഴ്സിന്റെ ആ ഒരു എന്താ പറയുക പ്രസൻസിൽ വേണം നമ്മൾ ഫുൾ മൂണിനോട് നമ്മുടെ ആഗ്രഹം ആവശ്യപ്പെടാൻ. ഓക്കെ, ഇതൊരു പ്രെയർ അല്ല, ഇതൊരു സ്റ്റേറ്റ്മെന്റ് മാത്രമാണ്. ഞാൻ സന്തോഷം അനുഭവിക്കുന്ന ജീവിതം തിരഞ്ഞെടുക്കുന്നു എന്ന് നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്യുക, കമന്റ് ചെയ്യുക. ഓക്കെ, ഇപ്പൊ എല്ലാവരും ഞാൻ ഒരു ഫിനാൻഷ്യൽ സേഫ്റ്റി അനുഭവിക്കുന്ന ജീവിതം തിരഞ്ഞെടുക്കുന്നു, ഞാൻ ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉള്ള ബന്ധം തിരഞ്ഞെടുക്കുന്നു. ഇതൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങളുടെ ആഗ്രഹം നിങ്ങൾ എല്ലാവരും കമന്റ് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഇന്നിത് ചെയ്യണേ. ഇന്ന് രാത്രി 12 മണിക്കുള്ളിൽ എല്ലാവരും ഇത് ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ആഗ്രഹം ഈസി ആൻഡ് എഫേർട്ട്ലെസ് ആയിട്ട് ഫുൾ മൂൺ മാനിഫെസ്റ്റേഷനിലൂടെ സാധ്യമാകും. വിശ്വസിച്ചുകൊണ്ട് ചെയ്യുക. ഓക്കെ, എല്ലാവരും ഇത് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങളുടെ ആഗ്രഹം എന്താണ് നിങ്ങൾ കമന്റ് ചെയ്യുക. കീപ് ഗോയിങ്, ട്രസ്റ്റ് ദ യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്.